സാധാരണ വിജയകുമാർ ഈ അത്ഭുത കുടകൾ ഏറ്റവും അവസാനമാണ്. അതെ 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 ഈ ആവനാഴിയിലെ ഏറ്റവും ഇതായിട്ടുള്ള സീക്രട്ട് വെപ്പൺ ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുന്നത് അതെ. അവര് പുറത്തെടുക്കുക ഏറ്റവും അവസാനമായിരിക്കും. കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത്. അതെ. പാറമേക്കാവ് നേരത്തെ കുറെ അത്ഭുത കുടകൾ എടുത്തു, അപ്പം മിണ്ടാതിരുന്നു തിരുവമ്പാടി. അവസാനം ഒരു 6-7 കുട വന്നപ്പോൾ എല്ലാം കൂടി പുറത്തെടുത്ത് പാറമേക്കാവിനെ ഇഞ്ചികൾക്ക് തള്ളിക്കളഞ്ഞു. ഒരു കൂട്ടപ്പൊരിച്ചിൽ നടത്തി. പക്ഷെ പലപ്പോഴും വെടിക്കെട്ടിൽ പാറമേക്കാവിനാണ് ഒരു അപ്പർ ഹാൻഡ് കിട്ടാറുള്ളത്. പക്ഷേ ഇതില് കഴിഞ്ഞ തവണ ഒരു ആരാധകന്റെ ആവേശമാണ്. തിരുവമ്പാടിയാണോ പാറമേക്കാവാണോ എന്ന് നമുക്കറിയില്ല. അതോ പൂരം മുഴുവനുള്ള ആവേശമാണ്. അതെ അതെ ഇതാ നിറങ്ങൾ ജെയിംസ് സാറ് നിറങ്ങൾ പല നിറങ്ങൾ. വയലറ്റ് ആണ് തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. വയലറ്റ് നിറം. അതിലൊരു പ്രത്യേകത കൂടി ഉള്ളത്, ആ ഗോപുര നടയിലെ നിറക്കൂട്ടും കുടകളുടെ നിറക്കൂട്ടും ഒക്കെ ഏതാണ്ട് ഒരേപോലെ ആയിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് ഒരു വല്ലാത്ത അനുഭവമാണ്, കാഴ്ചയ്ക്ക് വലിയൊരു അനുഭവമാണ്. ഇനിയിപ്പോൾ പാറമേക്കാവ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. ആ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു ചെറുപ്പക്കാരൻ ജനങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കുകയാണെന്ന് തോന്നുന്നു കണ്ടാൽ. ചിലപ്പോൾ ഏതെങ്കിലും വല്ല വിളക്കുമകടത്തിലൊക്കെയാണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരാൾ ആളുകളുടെ മുകളിൽ നിൽക്കുന്നതായിട്ടേ തോന്നും. അങ്ങനെ രണ്ട് ഭാഗത്തെയും തിരുവമ്പാടിയെയും പാറമേക്കാവിനെയും ഒക്കെ ദേശക്കാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊരു ആവേശമാണ്, എന്തൊരു മനോഹാരിതയാണ് പൂരപ്പറമ്പിന് ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിൽ എന്ന് നമുക്ക് പറയാം. ഇത് നേരത്തെ കൊണ്ടുവന്നത് ഒരു സാമ്പിളായിരുന്നു. അവരുടെ കൈവശം അത്ഭുത കുടകളുണ്ട്, സ്പെഷ്യൽ കുടകളുണ്ടെന്ന് കാണിക്കാനുള്ള. വരുന്നുണ്ട്, ഒരു കുട വരുന്നുണ്ട്. അത് ഗണപതിയാണ്. ഗണപതി അവിടെ തയ്യാറെടുക്കുന്നുണ്ട്. അത് പാറമേക്കാവിന്റെ ഗണപതിയാണ്. ഇതാ പാറമേക്കാവ് ഒന്ന് മുന്നേറിയിരിക്കുന്നു. അതൊരു പ്രത്യേകത ഉണ്ട്. പൂർണ്ണകുംഭം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾ ഈ മഠാധിപതികളെയൊക്കെ സ്വീകരിക്കുന്ന പൂർണ്ണകുംഭം നൽകിയാണ്. അപ്പൊ 2-1 പറയാലോ. പാറമേക്കാവ് 2, തിരുവമ്പാടി 1. അപ്പോൾ പൂർണ്ണകുംഭത്തിൽ ഗണപതി എന്നതാണ് പാറമേക്കാവിന്റെ ആ കുടയുടെ പ്രത്യേകത. അതൊരു പൂർണ്ണ കുംഭത്തിൽ ഗണപതി ആലേഖനം ചെയ്ത ഒരു കുടയാണ് നമ്മളുടെ കൺമുന്നിൽ പാറമേക്കാവ് ഉയർത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയുടെ പക്കൽ എന്താണുള്ളതെന്ന് നോക്കാം. തിരുവമ്പാടി തയ്യാറെടുക്കുന്നു. പാറമേക്കാവ് പൂർണ്ണ കുംഭത്തിൽ അലങ്കരിച്ച ഗണപതിയെ ആനപ്പുറത്തുയർത്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തിരുവമ്പാടി വീണ്ടും നിറക്കൂട്ടുകളുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള കുടകൾ ഉയർത്തുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതില് പാറമേക്കാവിന് ഒരു മുൻതൂക്കമുണ്ട്. 2-1. കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നു. അപ്പൊ തിരുവമ്പാടിയെ സൂക്ഷിക്കണം, കാരണം അവസാനം കയറി വരും. അപ്പൊ ഇപ്പോഴത്തെ ഇതില് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട കൊണ്ടുവന്നിരിക്കുന്നത്, രണ്ടാമത്തെ കുട കൊണ്ടുവന്നിരിക്കുന്നത് പാറമേക്കാവാണ്. ഭദ്രകാളി, ഗണപതി. തിരുവമ്പാടി ഗണപതിയുടെ മറ്റൊരു രൂപം കാണിച്ചാണ് ഒരു പോയിന്റ് നേടിയിരിക്കുന്നത്. 2-1 നിൽക്കുകയാണ്. ഇവിടെ ജെയിംസ് സാറാണ് മാർക്കിടുന്നത്. എന്താണ് പീപ്പിൾസ് ജഡ്ജ്മെന്റ് ആണ് അല്ലേ? പീപ്പിൾസ് ജഡ്ജ്മെന്റ്. ഞാൻ ഇതിൽ നോക്കിയിട്ടാ പറയുന്നത്. അതിനിടയ്ക്ക് വിജയകുമാർ, ആൾക്കാർ നമ്മൾ ഈ സ്ഥലം പറഞ്ഞല്ലോ, ഒരാൾ എഴുതിയിരിക്കുന്നത്, അമല എഴുതിയിരിക്കുന്നത് ഞാൻ ചൊവ്വയിൽ നിന്നാണ്, വേറൊരാൾ ജുപ്പിറ്റർ വ്യാഴത്തിൽ നിന്ന്. ആരും ഇതുവരെ മനുഷ്യര് അവിടെ നിന്ന് എത്തിയിട്ടില്ല. ചിലപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്നൊക്കെ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ അന്റാർട്ടിക്ക എന്ന് പറയുന്ന പോലെ അവര് പോയി നേരെ ചൊവ്വയിൽ നിന്നും ജുപ്പിറ്ററിൽ നിന്നൊക്കെ ഈ പൂരം കാണുന്നൊരു കാലം ഉണ്ടായിക്കൂടാന്നില്ല. അതെ. അങ്ങനെ കുടമാറ്റം അതിന്റെ ഒരു അരമണിക്കൂർ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയെന്ന് കുറെ നേരമായിട്ട് ചോദിക്കുന്നു. എസ്കെൻ വരും കുറച്ച് സമയം കഴിഞ്ഞ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിയുന്നു കുടമാറ്റത്തിന്റെ പൂർണ്ണതോതിൽ കുടമാറ്റം തുടങ്ങിയിട്ട് 6:30 ഇതിനിടയിൽ പീപ്പിൾസ് ജഡ്ജ്മെന്റ് ജെയിംസ് സാർ നടത്തിയിരിക്കുന്നത് 2-1 അല്ലേ? പാറമേക്കാവ് 2, തിരുവമ്പാടി 1. അപ്പോ തിരുവമ്പാടി 1. അപ്പോൾ ഇനിയിപ്പോ തിരുവമ്പാടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു പാറമേക്കാവും തിരുവമ്പാടിയും ഓരോ ഗണപതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിച്ചു. പാറമേക്കാവ് ഭഗവതിയുടെ സിംഹാരൂഢയായ ഭഗവതിയെ കൊണ്ടുവന്നു കുടയിൽ. ഇനി തിരുവമ്പാടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അവിടെ അണിയറയിൽ എന്തൊക്കെയോ ഒരുക്കങ്ങളുണ്ട് എന്ന് ഇവിടെ നോക്കുമ്പോൾ കാണാം. ഇതാണ് തിരുവമ്പാടിയുടെ ഒരു പോയിന്റ് നേടിയിരിക്കുന്നത് 2-2. അതെ, ഇതാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ഭാവം. 2-2 അർദ്ധനാരീശ്വര ഭാവമാണ് ആ കുടയിലുള്ളത്. അതിൽ ഭഗവാനും എന്ന് വെച്ചാൽ ശിവനും പാർവതിയും ഉണ്ട്. രണ്ടുപേരും ചേർന്ന അർദ്ധനാരീശ്വരം എന്ന് പറയുന്ന സങ്കല്പമാണ് ആ കുടകളിലുള്ളത്. ആ കുടയാണ് തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്.
ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സൂചന നൽകുന്നുണ്ടല്ലേ ജെയിംസ് സാർ? തീർച്ചയായിട്ടും. ഈ ഒമാനിൽ നിന്ന് ഒരാൾ എഴുതിയിരിക്കും, നിങ്ങൾ ഒമാനെ കുറിച്ച് പറയുന്നില്ല. ഒമാനിലെ പ്രേക്ഷകർക്ക് അഭിവാദ്യങ്ങൾ. നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും പറയുന്നുണ്ട്, 200ഓളം രാജ്യങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ കാണിക്കുന്ന ഒരു ആവേശം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ദുബായ്, സൗദി അതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ്, യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ 24 എന്താ പറയുക, രാവിലെ മുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 24 എന്ന് ഒരുപാട് പേര് എഴുതുന്നുണ്ട്. എന്തായാലും വലിയ മത്സരത്തിലേക്ക് പോവുകയാണ്. 2-2 ഏതാണ്ട് നല്ല ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന ഒരു എഫക്റ്റിലാണ്. 2-2. ജെയിംസ് സാർ സ്പെഷ്യൽ കുടകളുടെ മാർക്ക് മാത്രമേ ഇടുന്നുള്ളൂ. സിമ്പിൾ കുടകളെ നമ്മൾ ഇതിൽ പെടുത്തുന്നില്ല, കാരണം അത് ജഡ്ജ് ചെയ്യാൻ എളുപ്പമല്ല. അതെ, കാരണം ഇതിന്റെ നിറം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ഈ പീപ്പിൾസ് ജഡ്ജ്മെന്റ് ഈ അവസാനം നമ്മൾ പറയും അല്ലേ? പറയും. എനിക്ക് പേടി, എനിക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റും. ആ ഉത്തരവാദിത്തം ഞാൻ ജെയിംസ് സാറിനെ ഏൽപ്പിക്കുകയാണ്. പീപ്പിൾസ് ജഡ്ജ്മെന്റ് ജെയിംസ് സാർ ഇതിന് അവസാനം പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോഴെന്തായാലും പാറമേക്കാവും തിരുവമ്പാടിയും ഒപ്പത്തിനൊപ്പമാണ്. സ്പെഷ്യൽ കുടകളുടെ കാര്യത്തിൽ 2 വീതം സ്പെഷ്യൽ കുടകളെ ഉയർത്തി അവരുടെ വരവറിയിച്ചിട്ടുണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും. അവരുടെ അണിയറയിൽ എന്തൊക്കെ ബ്രഹ്മാസ്ത്രങ്ങൾ, ദിവ്യായുധങ്ങൾ ഉണ്ട് എന്ന് ഇതിനോടകം അവർ അറിയിച്ചിട്ടുണ്ട്.